നമ്മൾ പോവാണ്. നോ പ്രോബ്ലം ഗൈസ്. കുറേ സമയമായി ഒരുത്തെ നമ്മളെ തന്നെ ഫോളോ ചെയ്യാണ്. ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആനയും കാര്യങ്ങളൊക്കെ വരും. ഗൈസ് ചെറിയൊരു പണി കിട്ടി. നമ്മൾ സത്യമംഗലം ഫോറസ്റ്റ് കഴിയാണ്ട് നമുക്ക് വേറെ രക്ഷയില്ല. അണ്ണാ ടെൻറ്റ് സ്റ്റേ பண்ண முடியுமா? ഒക്കെ പോയിട്ട് വരാം. അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഗുണ്ടൽപേട്ടിൽ പ്രത്യേകിച്ച് കാണാൻ ഒന്നുമില്ല. എൻ്റെ ഗ്ലൗസ് കാണാനില്ല, അതാ നോക്കി ബാഗിലുണ്ട്. അപ്പോൾ ഒന്നിക്കൽ മൈസൂർ പോകണം. പിന്നെ ഗുണ്ടൽപേട്ടിൽ അവർ മെയിൻ പറഞ്ഞത് ആ ഒരു സൺഫ്ലവറിൻ്റെ ഇതാണ്. അത് പിന്നെ നമ്മൾ വരുന്ന വഴി കണ്ടു. പിന്നെ ആ ഒരു സീസണല്ല, പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പോയ ആ ഒരു ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഗൂഗിൾ നോക്കിയപ്പോൾ ഈ ഒരു ഭാഗമാണ് കണ്ടത്. ആ ഒരു ടാങ്ക്, അവിടെ ടാങ്ക് ഉണ്ട്. ആ ഒരു ഭാഗം ഈ ഒരു സൈഡൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ലൊക്കേഷനാണ്. ശ്രാവൺ, എന്നോട് നെയിം വിഷ്ണു. യൂട്യൂബ് വീഡിയോ. ഗോകുൽ സ്വാമി ടെമ്പിൾ. നോ പ്രോബ്ലം ഗായ്സ്. ഇതാണ് ഗുണ്ടൽപേട്ട് ടൗണ്. വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ സെറ്റപ്പായി വരുന്നേല്ലോ, ബിൽഡിങ്ങും റോഡും കാര്യങ്ങളൊക്കെ. റോഡും ചെറിയൊരു സിറ്റി ആട്ടോ, സിറ്റി ഡെവലപ്പായി വരുന്നതേ ഇല്ലോ. നല്ല സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ നോക്കണം ഗായ്സ്. കുറേ സമയമായി ഒരുത്തെ നമ്മളെ തന്നെ ഫോളോ ചെയ്യാണ്. നമ്മൾ സ്ലോ ആയിക്കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആക്കാം, സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാം. വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും. എന്നിട്ട് എവിടെയെങ്കിലും നിന്നിട്ട് പിന്നെയും ബാക്കിൽ തന്നെ വെച്ച് പിടിക്കുക. പോയോ? ഇല്ല, ബാക്കിലുണ്ട്. അപ്പോൾ ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഏർക്കാട് പോകുന്ന വഴിയാണ്. വണ്ടിയിൽ എണ്ണയുണ്ട്, വെച്ചങ്ങ് വിടും എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ. ഇങ്ങനെ ടെൻ്റ് അടിക്കണം, അതാണ്. അങ്ങനെ ഉറക്കമാണ്. മഴക്കാറൊക്കെ ഉണ്ട്, മഴക്കാറ്. പിന്നെ ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുക്കണം. അപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല, നോക്കാം. ചാമരാജ് നഗരെത്തി. അപ്പോൾ ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത് നമുക്ക്. കോയമ്പത്തൂർ റൂട്ട്. കോയമ്പത്തൂർ എത്തണ്ട, കോയമ്പത്തൂർ റൂട്ടൊന്നേ ഇല്ലോ ഗായ്സ്. ഇപ്പോൾ കോയമ്പത്തൂർ ഹൈവേ കയറി. അപ്പോൾ അത്യാവശ്യം നല്ല റൂട്ടാണ്. റോഡായാലും സ്ഥലമായാലും ഫുൾ ഇൻട്രസ്റ്റൽ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തായിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്, അതാ പ്രശ്നം. വേറെ നല്ല ഒറ്റപ്പെട്ട സ്ഥലത്ത് അങ്ങനെ ടെൻ്റ് അടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഇത് ഡാമാണ്. അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആനയും കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് വന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഏകദേശം ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് തമിഴ്നാട് ബോർഡർ കിട്ടും. അപ്പോൾ തമിഴ്നാട് ബോർഡർ പോയിട്ട് അടിക്കുന്നതായിരിക്കും സുഖം തോന്നുന്നു ഗായ്സ്. ചെറിയൊരു പണി കിട്ടി. നമ്മൾ സത്യമംഗലം ഫോറസ്റ്റിൽ കയറിപ്പോയി. ഇനി ഇത് ഇറങ്ങാണ്ട് വേറെ രക്ഷയില്ല. പെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ പണി എന്നൊക്കെ പറയല്ലേ, സെയിം അവസ്ഥ. അത് പറ്റിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടിലൊന്നും കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ ഏർക്കാട് ഗുണ്ടൽപേട്ട് ബോർഡറിൽ പോയി കിടക്കാമെന്ന് ചോദിച്ചാൽ ഗുണ്ടൽപേട്ട് ബോർഡർ കഴിഞ്ഞ് സത്യമംഗലം എത്തി. ഇനി പെട്ടേനെ ഫുള്ള് തനി ഗ്രാമം. നായി ഓടിക്കുക. എൻ്റെ അമ്മ, ഇതാ പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം കയറി കഴിഞ്ഞാൽ നായിനെ ശ്രദ്ധിക്കണം. നമ്മൾ സത്യമംഗലം ഫോറസ്റ്റ് കഴിയാണ്ട് നമുക്ക് വേറെ രക്ഷയില്ല. ഇത് ഫോറസ്റ്റാണ്, ഇവിടെ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. എൻ്റെ മോനെ, ഏഴാതി പടല് ഗായ്സ്. പണി 8ൻ്റെ പണി കിട്ടി. ഇവിടെയൊന്നും സ്റ്റേ ചെയ്യാൻ സേഫ് അല്ല എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് എത്തും.
അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും. എത്രയും പെട്ടെന്ന് നമ്മൾ ഓടിച്ചു പിടിക്കണം. എത്രയും പെട്ടെന്ന് നമ്മൾ തമിഴ്നാട് ഓടിച്ചു പിടിക്കുന്നത്. എണ്ണയൊക്കെ പകുതിയുണ്ട്. പിന്നെ ബാഗിലും 2.5 ലിറ്ററുണ്ട്. അതൊന്നും ചെയ്യില്ല. ഈ എത്തേണ്ടതാണൊന്ന് കുറച്ച് നേരത്തെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഓലൊക്കെ ഗായ്സ് സത്യമംഗലം ഫോറസ്റ്റിന്ന് കേട്ടിട്ടേ ഇല്ലു. ഇപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. എന്താ പറയുക, ഓടിച്ചിട്ട് ചെയ്യുന്നില്ല. നമ്മളിത് എണ്ണയും തീരാനായി. റെഡിൻ്റെ അടുത്തെത്തി. ഇനിയും കുറച്ച് കിലോമീറ്റർ ഉണ്ട്. ഇതിപ്പോൾ തമിഴ്നാടാണ്. നമ്മൾ കർണാടക വിട്ട് തമിഴ്നാട് കയറി ഈരോട് ഡിസ്ട്രിക്റ്റായി. ആണെങ്കിൽ എന്താ പറയുക, നമുക്കൊരു സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മൾ കിട്ടുന്നില്ല. മൊത്തത്തിൽ മാറി. ഇനി എവിടെ ഫസ്റ്റ് പെട്രോൾ പമ്പ് കിട്ടുന്നോ അവിടെ കയറി ചോദിക്കണം, സ്റ്റേ അടിക്കണം. അതാണ് പരിപാടി. ഗൈസ് നമ്മൾ ആ സത്യമംഗലം ഫോറസ്റ്റ് ചുരം ഇറങ്ങുവാണ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ്, പിന്നെ സീനില്ല. ഫോറസ്റ്റ് ഒരു രക്ഷയില്ല. ഇതുണ്ട് എയർപിന്ന്. എത്ര എയർപിന്നാണ് നോക്കട്ടെ. എൻ്റെ അമ്മ 27 എയർപിന്നാ. 27 എയർപിന്നുണ്ട് ഇനിയും. പൊട്ടല്ലോ. ഇറക്കായതുകൊണ്ട് കുഴപ്പമില്ല. കയറ്റാണെങ്കിൽ പൊട്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ. ഗായ്സ് പണി പാളി. ഗായ്സ് ഈ ഒരു പ്ലേസ് വരുന്നത് ബന്നാരിയാണ്. அண்ணா டென்ட் ஸ்டே பண்ண முடியுமா? டென்ட் ஸ்டே பண்ண முடியுமா? நான் கேரளாவில் இருந்து வரேன். അപ്പോൾ ടെൻറ്റ് സ്റ്റേ പോയിട്ട് കാലയിൽ പോയിടുവേ. ഇங்கே പെട്രോൾ അടിച്ചിக்கிறேன். ഓക്കെ. അപ്പോൾ കഴിച്ച ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. സെറ്റ്. നമ്മൾ ഈരോടെത്തിയിട്ട് ഈ പെട്രോൾ പമ്പിൽ ചോദിച്ച് இல்லை ரூம் வேண்டாம், டென்ட் இருக்கு. இல்லை ரூம் இருக்குது, மேலே ரூம் இருக்குது, ஃபேன் இருக்குது, லைட் இருக்குது, சார்ஜர் இருக்குது, எல்லாமே இருக்குது. இல்லை ஃப்ரீ தான். ஃப்ரீயா? ஃப்ரீ தான். அப்படி இல்லை, எனக்கு டென்ட்டில் படுக்கணும் ஃபுல்லாக இது இருக்குன்னு சொன்னீங்களா? அப்படியா? ஓகே. பனியிலலாம் படுத்துக்கினேன். உள்ளே போனீங்கன்னா நீட்டாக அப்படியே அழகாக படுத்துக்குவாங்க. அப்படியா? நாங்கள் இத்தனை பேர் 4-5 പേർ தான் இருக்கும். அப்படியா? ഓക്കെ. നമ്മൾ വന്നത് ഇങ്ങനെയാണ്. ഈ ഭാഗത്താണ് സത്യമംഗലം ഫോറസ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എൻ്ററായി. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ചോദിച്ചു നോക്കി, ഇങ്ങനെ പെട്രോൾ അടിക്കണം, അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്തോട്ടെ ടെൻറ്റിൽ, എനിക്ക് എവിടെയെങ്കിലും അവിടെയോ അല്ലെങ്കിൽ അവിടെയായിട്ട് സ്ഥലം തന്നാൽ മതി. എന്നിട്ട് ഇവിടെ ഒരു പണിയെടുക്കുന്ന ഒരു ചങ്ങായിയുണ്ട്, അങ്ങോട്ട് പോയി. അപ്പോൾ ആ ചങ്ങായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ കിടക്കുന്ന റൂമുണ്ട്, ആ റൂം നിങ്ങൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ഉണ്ടോ? ആ റൂം യൂസ് ചെയ്തോ കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെ മഞ്ഞത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞു. എന്താ അല്ലേ, ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച്. കാരണം എനിക്ക് ഇവിടുന്ന് ധനുഷ്കോടി വരെ പോകേണ്ടതാണ്. റൂം എനിക്ക് വേണ്ട, നിങ്ങൾ ചോദിച്ചില്ല, എന്നാലും സന്തോഷമായി. എനിക്ക് റൂം വേണ്ട. കാരണം എനിക്ക് ഇന്ന് ടെൻറ്റ് ഇട്ടിട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നാളെയും അത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ഥലം സെലക്ട് ചെയ്ത്. ഈ സ്ഥലം ഇത് ക്ലീനാക്കി വണ്ടി വെച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഇടേണ്ട, ഇവിടെയോ നല്ല സ്ഥലമുണ്ടോ കിട്ടോ. ഞാൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഇതാണ് നല്ലത്. കാരണം എനിക്കൊരു പേടി, അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വലിയ വണ്ടിയൊക്കെ വരുന്നില്ലേ, അപ്പോൾ എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇട്ടോ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞ് കുറേ പ്രാണിയൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും നോക്കണം. അപ്പം അത് ഉള്ളിൽ കയറുമൊന്നുമില്ല, ടെൻറ്റാണ്, ഉള്ളിൽ കയറില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു വിധത്തിൽ വണ്ടി കയറ്റി ഫുഡ് കഴിക്കാൻ അവിടെ ഹോട്ടലുണ്ട്. അപ്പോൾ എല്ലാം ലേറ്റായി പോയി, വല്ലാണ്ട് പണി പാളി. സത്യമംഗലം ഫോറസ്റ്റ് പണി 8ൻ്റെ പണിയാന്നിട്ട് ഫുള്ള് ലോക്കാക്കി. ഇന്നത്തെ പ്ലാനിങ് എല്ലാം പാളി. ഇന്നത്തെ വീഡിയോ ഇനി എപ്പോൾ എഡിറ്റ് ചെയ്ത് എപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് ഒരു ഐഡിയ ഇല്ല. കഴിച്ചതാ ഇവിടെ ടെൻറ്റ് സെറ്റാക്കി. ഇതുണ്ടോ, ഇത് പുറത്തില്ല ഒരു ഡോറ്, ഇത് സെക്കൻഡ് ഡോറ്. നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ഫസ്റ്റ് ഇത് ക്ലോസ് ചെയ്യണം, അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യണം. ഓക്കെ. ഇനി കുറച്ച് സാധനമൊക്കെ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. പിന്നെ മൊബൈൽ ചാർജർ ഇടണം, മൈക്ക് ചാർജർ ഇടണം,
പിന്നെ അതേപോലെ തന്നെ മൈക്ക് വീഡിയോ ഒക്കെ ഫോണിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. മാത്രമേ ഉള്ളൂ. വണ്ടീൻ്റെ ഉള്ളിൽ എല്ലാ സാധനവും ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറ്റി. ഇതേണ്ട, ഇതാ ഫുള്ള് ടെൻറ്റിൻ്റെ ഉള്ളിൽ. ഇനി പുതക്കണം, ഫുഡ് കഴിച്ച് കിടക്കണം. ഏതാ സെറ്റപ്പ്. വീഡിയോ എടുക്കുന്നുണ്ട് ഇവർ ചോദിക്കുക, വീഡിയോ എല്ലാവരും വീഡിയോ എടുക്കുന്നത്. ഹായ് ഭയ്യ, ഹായ്. നെയിം? Vinod Kumar. ഓക്കെ, മൈ നെയിം വിഷ്ണു. വിഷ്ണു. Okay. Nice to meet. ഓക്കെ. കുറേ ആൾക്കാർ വന്ന് വണ്ടീനെ ഫോട്ടോ എടുത്തു, അതേപോലെ തന്നെ രണ്ടും ഫോളോ ചെയ്തു. വണ്ടിയിലെ ലഗേജൊക്കെ ഇറക്കി വെച്ചു. ഇതിൻ്റെ ഉള്ളിലുള്ളത് ജൽസീറ്റ്. അതിൻ്റെ മുകളിൽ തന്നെ ഇന്നോട്ടെ ഇവിടെ നല്ല ആൾക്കാരാണ്. ഇതിൻ്റെ മുതലാളി ആയാലും ഇതിൻ്റെ മുതലാളി കാണിച്ചു. ഇതിൻ്റെ മുതലാളി ഇതാണ് കേട്ടോ, ആ കഷണ്ടി ആയിട്ടുള്ള മനുഷ്യനാണ് മുതലാളി. ഈ പമ്പ് അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. റൂമുണ്ട്. റൂം നമ്മൾ എടുത്തില്ല, നമ്മൾക്ക് പിന്നെ ടെൻറ്റ് ആയതുകൊണ്ട് ടെൻറ്റ് എടുത്ത്. ബാത്റൂമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, അടുത്ത് ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ മുതലാളി നല്ല സപ്പോർട്ടാണ്. മുതലാളി കുറേ വന്ന് വർത്തമാനം പറഞ്ഞ് ടെൻറ്റ് അടിക്കാൻ സപ്പോർട്ട് ചെയ്ത്. എന്നിട്ട് ആ മുതലാളി പറഞ്ഞ് ഞാൻ ഒറ്റക്കാണ് റൈഡിൽ, ഇന്ന് നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ പെട്ടു. അതുകൊണ്ട് ഓക്കെ മറന്നു എന്ന് പറഞ്ഞിട്ട് തമിഴിൽ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. ഇവിടുത്തെ ബന്നാരിയിലെ ടെമ്പിളിനെ കുറിച്ച് കുറേ പറഞ്ഞു. അവിടെ 1 വീക്ക് പരിപാടി ഉണ്ടാവും. മാർച്ചിൽ 1 വീക്ക് പരിപാടി ഉണ്ടാവും. അതിൽ ഒരു ദിവസം 2 ലാക്ക് ആൾക്കാർ തീ ചവിട്ടാനായിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, സത്യമംഗലം ഫോറസ്റ്റ് ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും ആ ഒരൊറ്റ ദിവസം. 24 മണിക്കൂർ വണ്ടിയും കാര്യങ്ങളൊന്നും പോവില്ല, ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. മൈസൂർ റൂട്ട് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും ഒറ്റ ദിവസം. അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞാൻ പറഞ്ഞ്, പുള്ളി ഭയങ്കര സപ്പോർട്ട് കേട്ടോ. വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് കുറേ എഡിറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വെക്കണം എല്ലാം പറഞ്ഞ് കുറേ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ടെൻറ്റ് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ച്. പിന്നെ കുറേ ആൾക്കാർ വന്ന് അങ്ങനെ കുറേ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ടെൻറ്റ് സെറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് കിടക്കുക എന്നുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി അങ്ങോട്ടുള്ള ദിവസം ഇതേപോലെ തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. ഈ വീഡിയോ ഒന്നുകിൽ പാർട്ട് 1, 2 ആയിട്ടേ വരാം, അല്ലെങ്കിൽ ഒരുമിച്ച് മാക്സിമം കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഇടാൻ നോക്കാം. കാരണം വെച്ചാൽ ഭയങ്കര ലെങ്ത്തായിപ്പോയി. കാരണം അവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടിയായിരുന്നു. ഒരു 4 മണി 5 മണിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടിയായിരുന്നു. പിന്നെ എല്ലാം പെട്ടുപോയി. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടും ഇതിലും അടിപൊളി വീഡിയോസൊക്കെ വരും. കാണണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. അതിലെന്തായാലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കട്ടെ. ഒന്ന് പെട്ടെന്ന് ഉറങ്ങണം. ഓക്കെ, ബൈ.